പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്താണ്, കൂടുതൽ അവിടെ ചെന്നിട്ട് ഓൾഡ് ഏജ് പേരൻസിന്റെ കെയർ ആണ് നടത്തുന്നത്. പതുക്കെ അതിന്റെ ഒരു വേറൊരു സൈഡ് ഇങ്ങോട്ട് വന്നു തുടങ്ങിയെന്ന് വേണം നമുക്ക് മനസ്സിലാവാനായിട്ട്. ഇപ്പോഴത്തെ കുട്ടികൾ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് പോയി യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി അവിടെ സെറ്റിൽ ചെയ്യുകയാണ്. അപ്പൊ നമ്മളുടെ ഇവിടേക്ക് അവരുടെ സ്പെൻഡിങ്ങേ വരുന്നില്ല. നമുക്ക് എന്തില്ല എന്നുള്ളതിനേക്കാളും എന്തുണ്ട് എന്ന് ചിന്തിച്ച് അതിലേക്ക് യങ്സ്റ്റേഴ്സിനെ മാക്സിമം പിടിച്ചു നിർത്തി. കാരണം ഇവർ പുറത്തേക്ക് പോവാതിരിക്കുക എന്നുള്ളത് മറ്റൊരു രീതിയിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. നമുക്ക് കുറച്ചുകൂടി വിഷൻ ബ്രോഡായാൽ ഒരു ചെറിയൊരു സംരംഭത്തിൽ നിന്ന് പോലും, ഇപ്പൊ നിങ്ങൾ മിൽക്കി മിസ്റ്റ് എന്ന് പറയുന്ന കേടിനെ കുറിച്ച് ആർട്ടിക്കിൾ വായിച്ചാണ്. അതായത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പാല് വിൽക്കാതെ ഇരുന്നപ്പം അത് കട്ട പിടിച്ചു പോയത് ഇനി ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റാം എന്നുള്ളിടത്ത് ചിന്തിച്ചപ്പോഴാണ് അത് അങ്ങനെ ആയത്. സാറേ, ശരിക്കും പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ ആൾക്കാർ പുറത്തേക്ക് പോകുന്നു, പക്ഷെ അവരൊക്കെ അവിടെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി നമ്മുടെ നാട്ടിലേക്ക് അയക്കുന്ന ഒരു രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പോക്ക് അങ്ങനെയല്ല. ഇവരൊരിക്കലും തിരിച്ചു വരാതെ അവിടെ തന്നെ സെറ്റിൽ ചെയ്യാനുള്ള ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ ശരിക്കും ഇത് നമ്മുടെ റിസോഴ്സുകളെയും നമ്മളുടെ ഒരു എക്കണോമിയൊക്കെ എങ്ങനെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്? അതായത് പ്രധാനമായിട്ടും ഒന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, പോകുന്നത് എന്തുകൊണ്ട്, ചോദിച്ചത് പോയത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു. തീർച്ചയായിട്ടും പോകുന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എക്കോണമിയെ ആദ്യമായിട്ട് ബാധിക്കുന്നത് പറയുന്നത്, മറ്റേത് ഗൾഫില് മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി അവരുടെ പൈസ ഇങ്ങോട്ട് വന്ന് പിന്നെ ശ്രദ്ധിച്ചിട്ടില്ലേ, അവരുടെ അച്ഛനും അമ്മ ഇവിടെ ഇരിക്കുന്നു, വീട് പണിയുന്നു, കാര്യങ്ങൾ വന്ന് ഇവരൊക്കെ പെരുന്നാളിന് ഉത്സവത്തിന് നാട്ടിൽ വരുന്നു, അവരുടെ വീടും ഇതുമൊക്കെ. അപ്പൊ അങ്ങനെ ഒരു സോഷ്യൽ ലൈഫായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് പോയി യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി അവിടെ സെറ്റിൽ ചെയ്യുകയാണ്. അപ്പൊ നമ്മളുടെ ഇവിടേക്ക് അവരുടെ സ്പെൻഡിങ്ങേ വരുന്നില്ല. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന പ്രവാസികളുടെ NRIസിന്റെ ഇൻകം ആയിരുന്നു കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന്റെ എക്കണോമി പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അവരുടെ കൺസ്ട്രക്ഷൻ മറ്റു കാര്യങ്ങളും വരുമ്പോൾ സാധാരണക്കാരിലേക്ക് വരുന്ന, അവരുടെ സംരംഭങ്ങളും വരുമ്പോൾ സാധാരണക്കാരിലേക്ക് പൈസ വരുന്നു. അവർ നാട്ടിൽ വരുമ്പോൾ നടത്തിയിരുന്ന സ്പെൻഡിങ്, ഈ പറയുന്ന റോളിങ് നമ്മുടെ എക്കോണമിയിൽ നിന്ന് കംപ്ലീറ്റ് അങ്ങ് വൈപ്പായി പോവാണ്. കേരള എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബിസിനസ് ഇൻഡസ്ട്രിയും വളരെ കുറവാണ്. നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഇതിനെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളൊരു കലാമിറ്റി വന്നപ്പോൾ പോലും 2018 ഫ്ലഡിന്റെ സമയത്ത് പോലും നമ്മൾ ഗവൺമെന്റിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പേ പല ദിശയിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വന്നു. പക്ഷെ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അതിലൊക്കെ ഒരു വലിയ ആശങ്കയാണ്. പിന്നെ സോഷ്യൽ സൈഡിൽ അറിയാമല്ലോ, കാരണം ഓൾഡ് ഏജ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ, ഈ പറയുന്ന പോകുന്ന ആൾക്കാരുടെ ചെറുപ്പക്കാരുടെ മുഴുവൻ പേരൻസ് ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് കെയർ കിട്ടുന്നില്ല, അവർക്കുണ്ടാവുന്ന മറ്റ് ഫ്രസ്ട്രേഷൻ, മെന്റൽ ഇഷ്യൂസ്, ഒത്തിരി കാര്യങ്ങൾ സോഷ്യൽ സൈഡിലും വലിയൊരു. ഞാൻ ഈയിടെ ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പിന്റെ സ്റ്റോറി കേട്ടേ. അവർ ചെയ്യുന്ന കുറച്ച് ചെറുപ്പക്കാരാണ്. അപ്പൊ ഇതുപോലെ നാട്ടിൽ തന്നെ താമസിക്കുന്ന പേരൻസ് വിളിച്ചാല് ഈ ഒരു ചെറുപ്പക്കാരൻ അവിടെ ചെന്ന് നിൽക്കുകയാണ്. അപ്പൊ അവരെ നോക്കുന്ന ഒരു ഹോം നേഴ്സിനൊക്കെ അപ്പുറത്തേക്ക് ഒരു മകനായിട്ട് പോയി നിന്ന് അവരെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു, കൂടെ പോകുന്നു. അപ്പൊ അത് അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് വിജയിക്കണമെങ്കിൽ സാർ ഈ പറഞ്ഞ സാഹചര്യം അതിഭീകരമായിട്ട് വളരുക എന്നുള്ളതാണ് അല്ലെ? അതെനിക്ക് തോന്നുന്നത് ഈ യൂറോപ്യൻ കൾച്ചർ, നമ്മുടെ ഇവിടുന്ന് യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്താണ്, കൂടുതൽ അവിടെ ചെന്നിട്ട് ഓൾഡ് ഏജ് പേരൻസിന്റെ കെയർ ആണ് നടത്തുന്നത്. പതുക്കെ അതിന്റെ ഒരു വേറൊരു സൈഡ് ഇങ്ങോട്ട് വന്നു തുടങ്ങിയെന്ന് വേണം നമുക്ക് മനസ്സിലാവാനായിട്ട്. അപ്പം ഇത് നമ്മള് അതിനിപ്പം ശരിയാണ്, ഇപ്പൊ അവരങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ പേരൻസ് ഇവിടെ നിൽക്കുന്നു, ആ പേരൻസിനെ ടേക്ക് കെയർ ചെയ്യാനുള്ള സംരംഭങ്ങൾ ഇവിടെ തുടങ്ങുന്നു. അതൊരു നല്ല പോയിന്റാണ്. കാരണം ഇവിടെ നമ്മളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, യങ്സ്റ്റേഴ്സ് ഇവിടുന്ന് എല്ലാം പറഞ്ഞു പോകുന്നു. ശരിക്കും നമ്മുടെ കേരളത്തിൽ അവസരങ്ങൾ കുറഞ്ഞു പോയിട്ടാണോ, അത് ഈ ചെറുപ്പക്കാർക്ക് ഇത് കാണാൻ പറ്റാഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു? എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളോട് ചോദിച്ചാൽ എന്താണ് ആഗ്രഹം, പുറത്തു പോയി സെറ്റിൽ ആവുക. ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വിഷനോ മിഷനോ എന്നുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഫ്ലോയിൽ പോകുന്നവരാണ് കൂടുതൽ. അല്ലാതെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉള്ള കൂടുതൽ ഒരു ഭയങ്കരമായിട്ട് ഫ്രീഡം ലവിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു. പുറത്ത് എന്തൊക്കെയോ ഒരുപാട് ഫ്രീഡം ഉണ്ട്, അതിൽ കുറച്ച് തെറ്റ് നമ്മളുടെ സമൂഹത്തിന്റെ ഭാഗത്തും ഉണ്ട് എന്ന് തോന്നാറുണ്ട്. അതായത് സമൂഹം എന്ന് പറയുന്നത് ഞാനും നിങ്ങളൊക്കെ ഉൾപ്പെട്ടതാണ്. ഇവിടെ ഈ ആരാന്റെ ലൈഫിലേക്ക് വല്ലാണ്ട് ഒളിഞ്ഞു നോക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുപോലെ ഇവിടെ വേറൊരു സംഗതി നമ്മൾ കണ്ടിട്ടുള്ളത്, ഇനിയിപ്പോ ഇങ്ങനെ സ്റ്റാർട്ടപ്പ് തുടങ്ങി ഇവിടെ തന്നെ ഒന്ന് നന്നായി കാശുണ്ടാക്കിയതിനൊക്കെ ആരെയോ പറ്റിച്ചുണ്ടാക്കിയതാണ്. നമ്മുടെ നാട്ടിലൊരു പ്രത്യേക രീതിയാണ്. പുറത്തു പോയാൽ കാശുണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, പുറത്തു പോയി എന്തോ വലിയ പണിയെടുത്തിട്ട് വന്നത്. നാട്ടിൽ നിന്ന് ഒരു ബിസിനസ്സോ എന്തെങ്കിലും ചെയ്താൽ ഒന്നെങ്കിൽ അവൻ പറ്റിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ കൊള്ളരനകത്ത് പണി നടത്തുന്നുണ്ട്, ഒന്നുമില്ലെങ്കിൽ പറയാം അവന് വല്ല സ്മഗ്ലിംഗ് വേണമെന്ന് ചോദിക്കും. ഇത് പുറത്തു പോയി കാശുണ്ടാക്കിയതിനെ കുറിച്ച് ഇത് പറഞ്ഞ് ഇവിടെ കേൾക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങൾ, പേഴ്സണൽ ലൈഫിലേക്ക് വല്ലാതെയുള്ള എത്തിനോട്ടങ്ങൾ, ഇതൊരു പക്ഷേ യങ് ജനറേഷനെ കുറച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. നമ്മുടെ നാട്ടിൽ ശരിക്കും പഠിച്ചിറങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു തൊഴിലെടുക്കാൻ, ഇപ്പൊ ഒരു MBA പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് ഒരു ബിസിനസിനെ കൊണ്ടുപോകാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്ററലി ഇല്ല.
പക്ഷെ ഇവർക്കൊക്കെ ഇന്റലക്ച്വലി ഭയങ്കര കഴിവുള്ള യങ് ജനറേഷനാണ് ഇപ്പൊ പുതിയത് വരുന്ന മുഴുവൻ. അപ്പൊ ഇപ്പൊ ചെറുപ്പക്കാർ ചേർന്ന് ഒരു സംരംഭം തുടങ്ങിയാൽ, ഇപ്പൊ ഒരു ടെക്നോളജി സംരംഭം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, സർക്കാരിന്റെ അവരെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന പദ്ധതികളിൽ അവർക്കൊരു പ്രയോറിറ്റി കൊടുത്ത് അത് അത്തരം ചെറുപ്പക്കാരെ ഏൽപ്പിക്കുക എന്നുള്ളൊരു വിഷനൊക്കെ നമുക്ക് കേരളത്തിൽ നടക്കാൻ സാധ്യതയുള്ളതാണോ? നിയമത്തിന്റെ പ്രാബല്യത്തിൽ നിന്നുകൊണ്ട് അത് പോസിബിൾ ആകും? 100%. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇഷ്യൂവിനെ പലരും അഡ്രസ് ചെയ്യുന്നില്ല. എപ്പോഴും നമ്മൾ രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും ഇവിടത്തെ കുറെ കാര്യങ്ങളെ കുറിച്ച് കൺസേൺഡ് ആയി ഇങ്ങനെ ചർച്ച ചെയ്ത് പോകുന്നതല്ലാതെ യങ് ജനറേഷനെ ഇവിടെ പിടിച്ചു നിർത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെയും കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ട് എന്ത് ഡെവലപ്മെന്റ് ഇവിടെ ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കുറെ അധികം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പൊ അതിനകത്ത് ഏത് കാര്യമാണെങ്കിലും ഗവൺമെന്റും കൂടെ ഇപ്പൊ ഏറ്റവും കേരളത്തിൽ പൊട്ടൻഷ്യൽ ഉള്ളത് എന്താ, ടൂറിസമാണ്. അപ്പൊ ടൂറിസത്തിന്റെ അകത്ത് യങ്സ്റ്റേഴ്സിനെ ഏത് രീതിക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും? ടൂറിസത്തിൽ ഇപ്പം മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളൊക്കെ പേഴ്സണലി പോയി കണ്ടിട്ടുണ്ട്. അവിടുത്തെ ചെറുപ്പക്കാർ നല്ലൊരു വിഭാഗം. ഇപ്പം മറ്റു സ്ഥലങ്ങളിൽ കേരളത്തിന്റെ പല ദിക്കുകളും ചെന്ന് കഴിഞ്ഞാൽ ജോലി പുറത്തേക്ക് പോകാൻ സാധ്യതയില്ലാത്ത വീട്ടിൽ എന്തെങ്കിലും പ്രഷറൊക്കെ ഉണ്ടെങ്കിലാണ് നാട്ടിൽ നിൽക്കുക. പക്ഷെ മൂന്നാർ പോലുള്ള സ്ഥലത്തൊക്കെ ഞാൻ പോയി കണ്ടപ്പം ഒരുപാട് യങ്സ്റ്റേഴ്സ് അവരുടേതായ ചെറിയ ഇപ്പം അഡ്വഞ്ചർ ടൂറിസം അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ജീപ്പ് ഓടിക്കുന്ന ഒരാൾ പോലും അതിലേക്ക് വരുവാണ്. അപ്പം അയാള് വളരെ ഹാപ്പിയാണ്. വരുന്നവരെ ടേക്ക് കെയർ ചെയ്ത് അവരെ ഓരോ സ്ഥലം കൊണ്ടേ കാണിച്ച് രാവിലെ മുതൽ ട്രെക്ക്. അപ്പോൾ അവര് ഫിസിക്കലി ഫിറ്റാണ്, മെന്റലി ഫിറ്റാണ്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെ നല്ല ഇൻകം വരുന്നുണ്ട്. എന്റെ അറിവില് 1-2 ലക്ഷം രൂപ ടിപ്പ് ഉൾപ്പെടെ മാസം സമ്പാദിക്കുന്ന ചെറുപ്പക്കാരെ നമ്മളവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ കേരളത്തിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് എന്തില്ല എന്നുള്ളതിനേക്കാളും എന്തുണ്ട് എന്ന് ചിന്തിച്ച് അതിലേക്ക് യങ്സ്റ്റേഴ്സിനെ മാക്സിമം പിടിച്ചു നിർത്തി, കാരണം ഇവര് പുറത്തേക്ക് പോവാതിരിക്കുക എന്നുള്ളത് മറ്റൊരു രീതിയിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ശരിക്കും ഒരു IRS ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സാർ ഒരുപാട് ബിസിനസ്സുകളെയാണ് ശരിക്കും കാണുകയും എല്ലാം ചെയ്യുന്നത്. അപ്പൊ ശരിക്കും സാറിന് എപ്പോഴെങ്കിലും ഒക്കെ തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ മേഖലയിൽ ചെറുപ്പക്കാരൻ ഒരു ബിസിനസ് തുടങ്ങിയാൽ നന്നായിരുന്നു, ഇന്ന മേഖലകളിൽ സാധ്യത കിടന്നിട്ടോ ആരും തുടങ്ങും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമുക്ക് കുറച്ചുകൂടി വിഷൻ ബ്രോഡായാൽ ഒരു ചെറിയൊരു സംരംഭത്തിൽ നിന്ന് പോലും, ഇപ്പൊ നിങ്ങൾ മിൽക്കി മിസ്റ്റ് എന്ന് പറയുന്ന കേടിനെ കുറിച്ച് ആർട്ടിക്കിൾ വായിച്ചാണ്. അതായത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പാല് വിൽക്കാതെ ഇരുന്നപ്പം അത് കട്ടപിടിച്ച് പോയത് ഇനി ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റാം എന്നുള്ളിടത്ത് ചിന്തിച്ചപ്പോഴാണ് അത് അങ്ങനെ ആയത്. ഇത് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സംഗതിയാണ് സ്നാക്കിംഗ് ടെൻഡൻസി ഉണ്ട് നമ്മളെല്ലാം സംബന്ധിച്ചു. സ്നാക്സ് വലിയൊരു ബിസിനസ്സായി മാറും ഇവിടെ. ഫോറിനേഴ്സ് ഇത്രയും പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ടൂറിസത്തിന്റെ പൊട്ടൻഷ്യൽ, ഹാൻഡിക്രാഫ്റ്റ്സിന്റെ പൊട്ടൻഷ്യൽ, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് സംരംഭങ്ങളാണ്. നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് പൊതുവെ തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒന്ന് അങ്ങനെയുള്ള ഒരു സംഗതിയും കൊണ്ട് വന്നാൽ ആരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അങ്ങ് മിഥുനം സിനിമ എത്ര വർഷം മുമ്പ് ഇറങ്ങിയതാണ്. അന്ന് മിഥുനം സിനിമയ്ക്കകത്ത് മോഹൻലാൽ ചെയ്ത ആ ക്യാരക്ടറിന്റെ ഏതാണ്ട് അതേ അവസ്ഥയിൽ ഇപ്പോഴും ഒരു സംരംഭം തുടങ്ങാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷന്റെ വല്ലാത്ത കെട്ടുപാടുകൾ, അതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഉണ്ടാവുന്ന ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ചെയ്താൽ തന്നെ ബാങ്ക് കോപ്പറേറ്റീവ് അല്ല, കുറച്ചെന്തെങ്കിലും ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ടാക്സിലോ ഇതിലോ ഒന്നും യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യില്ല. അപ്പം വിദേശ രാജ്യമെന്ന് പോലും പറയുന്നില്ല, മറ്റ് സ്റ്റേറ്റ്സിൽ പോലും കുറച്ചുകൂടെ ഫ്രണ്ട്ലിയാണ്. കുറ്റം പറയല്ല. അപ്പൊ ആ രീതിക്ക് എന്ത് വേണമെങ്കിലും ഒരു സംരംഭമായി ചിന്തിക്കാം. പിന്നെ ചെയ്യുന്ന കാര്യം നമ്മളുടെ പാഷൻ, നമ്മുടെ ഇഷ്ടത്തിനോടും കൂടെ അടുത്ത് നിൽക്കുന്നതാണെങ്കിൽ അത് പണത്തിന് പുറകെ ഇപ്പൊ നമ്മളൊക്കെ പിള്ളേരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയും, പണം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ആരാ? ലോകത്തിൽ തന്നെ നോക്കിയ സ്മഗ്ലേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുക. സ്മഗിൾ എന്ന് വെച്ചാൽ നമ്മൾ മക്കളെ സ്മഗ്ലിങ്ങിന് വിടാൻ പറ്റുമോ? സോ ലീഗലി എല്ലാവരും അംഗീകരിക്കുന്ന നല്ല രീതിയിലുള്ള ഒരു സംഗതി, ടാക്സ് ഒക്കെ കൊടുത്ത് വൃത്തിയായി ജീവിക്കണമെന്ന് എല്ലാവർക്കും ഇഷ്ടം. ഈ ടാക്സ്, ഇപ്പൊ ഞാനൊരു ടാക്സിൽ ഇരിക്കുന്ന ഒരാളായോണ്ട് പറയാം, ഒരുവിധം ജനങ്ങൾക്ക് അംഗീകരിക്കാവുന്ന രീതിയിലുള്ള റേറ്റും നല്ല രീതിയിലുള്ള സ്മൂത്ത് ടാക്സ് അഡ്മിനിസ്ട്രേഷനും കൊണ്ടുവന്ന എല്ലാവർക്കും ഇഷ്ടമാണ് ഈ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ. അത് വല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ആയി കൂടുതലായി വരുമ്പോഴാണ് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണമെന്ന് ജനങ്ങൾക്ക്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ പുറത്തൊക്കെ ആളുകൾ ടാക്സ് കൊടുക്കും, കാനഡയിലൊക്കെ ടാക്സ് കൊടുക്കുമ്പോൾ ഇവർക്ക് ഉള്ളൊരു ഫ്രീഡം, സോഷ്യൽ സെക്യൂരിറ്റി ഭയങ്കരമായിട്ട് കൊടുക്കുന്നുണ്ട്. ആ ടാക്സ് കളക്ട് ചെയ്യുന്നതിന് കൃത്യമായ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭാവിയിൽ അവരെ സംരക്ഷിക്കുന്നു. പക്ഷെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരാൾ ടാക്സ് കൊടുക്കുമ്പോൾ അവർക്കൊരു സംരക്ഷണം ഇതുകൊണ്ട് കിട്ടുന്നില്ല എന്നൊരു ബോധം പലരെയും ടാക്സ് വെട്ടിക്കാനൊക്കെ ഒരു പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, അത് ഒരു പരിധിവരെ ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഉണ്ട് ആൾക്കാരുടെ ഇടയ്ക്ക്. അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ അവർക്ക് ജോലി കിട്ടുന്നിടം വരെ ഗവൺമെന്റ് വിൽ ടേക്ക് കെയർ. പിന്നെ അവർ ജോലി ചെയ്യുമ്പം ദേ വിൽ പേ പ്രോപ്പർ ടാക്സ്. അത് കഴിയുമ്പോൾ അഗെയിൻ ആഫ്റ്റർ റിട്ടയർമെന്റ് അഗെയിൻ ഗവൺമെന്റ് വിൽ ടേക്ക് കെയർ.
ഇവിടെ കൊടുക്കുന്ന ടാക്സിന് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോഴും നമ്മളുടെ ഇന്ത്യയിലെ ടാക്സ് കംപ്ലയൻസ് പ്രോപ്പർ അല്ല. കണക്കെടുത്ത് നോക്കുമ്പം ഒരു 4% താഴെ നമ്മളുടെ ഇവിടെ ഇപ്പോഴും ടാക്സ് കൊടുക്കുന്നുള്ളൂ മൊത്തത്തിലുള്ള ജനസംഖ്യയുടെ. അതിന് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ഇന്ത്യയിലെ മേജർ ആയിട്ടുള്ള പോർഷൻ അഗ്രികൾച്ചറൽ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതായത് 75-80% ഇപ്പോഴും അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രി ബേസ്, അഗ്രികൾച്ചറൽ ഇൻകം ടാക്സബിൾ അല്ല. അപ്പൊ അതിനകത്ത് കോടിക്കണക്കിന് രൂപ ഷുഗർ കെയിനും ബിസിനസ്സും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഉൾപ്പെടെ ചിലപ്പോൾ വന്നെന്നും ഇരിക്കുക. അപ്പൊ അതിനൊക്കെ അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള പിന്നെ എങ്ങനെ അതിനെ മാറ്റിയെടുക്കാം എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്.